ചതുഷ്ഷഷ്ടുപചാരാഢ്യായൈ നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 64 ഉപചാരങ്ങളാൽ ശോഭിക്കുന്നവൾ, 64 ഉപചാരങ്ങളോടുകൂടി ശോഭിക്കുന്നവൾ എന്നാണ് മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അടുത്തു നിന്നുകൊണ്ട് പരിചരിക്കുക, നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതിന് ഉദാഹരണമായിട്ട് പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം. ഒരിക്കൽ പൂന്താനം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്തുതിച്ചു. പത്മനാഭോ മരപ്രഭു എന്നാണ് അത്ര അദ്ദേഹം ചൊല്ലിയത്. ഇത് നാരായണ ഭട്ടതിരി നേരിട്ട് കേട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് നാരായണ ഭട്ടതിരിയുടെ ചെവിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, പൂന്താനം തെറ്റിയാണ് ചൊല്ലിയത്. മരപ്രഭു എന്ന് വെച്ചാൽ ദേവനും ഗുരുവായൂരപ്പനും മരണമൊന്നുമില്ല, അനാദിനിധനനാണ്, ഇങ്ങനെ ചൊല്ലരുതായിരുന്നു എന്നൊക്കെ വിമർശിച്ചു. പിറ്റേ ദിവസം നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു അശരീരി ഉണ്ടായി അത്രേ. നിൻ്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് കൂടുതലിഷ്ടം. പത്മനാഭം മരപ്രഭു എന്ന് വെച്ചാൽ അശ്വത്ഥം മുതലായ വൃക്ഷങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. ഈ സമസ്ത ജഗത്തും ഞാനാണ്, സർവം വിഷ്ണുമയം ജഗത്ത്. അങ്ങനെ ജപിച്ചതുകൊണ്ട് പൂന്താനത്തിൻ്റെ ഭക്തിയോടുകൂടിയുള്ള സ്തോത്രത്തിൽ ഞാൻ സന്തുഷ്ടനാണ്, അതാണ് എനിക്ക് കൂടുതലിഷ്ടം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ തേന്, പാല്, ജലം, ചന്ദനം, ഗന്ധം, പുഷ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈശ്വരന് സമർപ്പിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ഭക്തി, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ അമ്മ ഒരു കഥ പറയാറുണ്ട്, വിദുരപത്നിയുടെ കഥ. വിദുര ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ ചെല്ലുകയുണ്ടായി. അത് മുൻകൂട്ടി പറഞ്ഞിട്ടല്ല, പറയാണ്ട് പ്രതീക്ഷിക്കാണ്ടാണ് അവിടേക്ക് പോകുന്നത്. എല്ലാവരും ദുര്യോധനൻ്റെ രാജകൊട്ടാരത്തിൽ താമസിക്കുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വിദുരൻ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ആ ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അന്തം വിട്ടു നിന്നു. വിദുരനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയില്ല. അതേസമയം വിദുരപത്നി കുളിക്കുകയായിരുന്നു. ആ കുളിക്കുന്ന വേഷത്തിൽ തന്നെ അവർ ഓടി വന്നതായിട്ടും ശ്രീകൃഷ്ണനെ ഒരു നല്ല ആസനത്തിൽ ഇരുത്തി വന്ന ഉടനെ എന്തെങ്കിലും വെള്ളം കൊടുക്കുക, കഴിപ്പിക്കുക, ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ശീലം. അതുപോലെ അവിടെ പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചീഞ്ഞ പഴങ്ങളാണോ എന്ന് അറിയില്ല. ആ പഴങ്ങൾ തൊലി പൊതിച്ചു, പഴം കളഞ്ഞു, തൊലി ഭഗവാനെ തീറ്റിപ്പിച്ചു, കഴിപ്പിച്ചു. അപ്പോൾ വിദുരൻ നോക്കുമ്പോൾ തൻ്റെ പത്നി തൊലിയിലാണ് ഭഗവാനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വളരെ മന്ദസ്മേര വദനത്തോടു കൂടി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദുരൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ്, അവർ തട്ടി ഉണർത്തിയപ്പോഴാണ് അവർ അറിയുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ശബരി അതുപോലെ കടിച്ചിട്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന് പഴങ്ങളൊക്കെ കൊടുത്തത്. അത് ലക്ഷ്മണന് ദേഷ്യം വന്നു, പക്ഷേ ശ്രീരാമൻ അതിനെ സ്വീകരിച്ചു. അതുകൊണ്ട് ഭക്തപ്രിയനാണ്, ഭക്തന്മാരുടെ ഭക്തിയിലാണ് ഭഗവാന് പ്രീതി. ഈ ഉപചാരങ്ങളൊക്കെ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു ക്രിയകളോ ചടങ്ങുകളോ അല്ല, ആ ചടങ്ങിൻ്റെ പിന്നിലുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനം. സപ്തസ്വരങ്ങളുടെ സ്ഥാനത്ത് ശബ്ദം വീണാൽ മാത്രം അത് നല്ല സംഗീതമാവുന്നില്ല. ഭക്തിയില്ലാതെ സംഗീതാഭ്യാസം കൊണ്ട് ഗുണമൊന്നുമില്ല. അത് ഏത് കലകളായാലും അതാണ് സ്ഥിതി. സംഗീതജ്ഞാനമോ ഭക്തി വിന, ഭക്തിയില്ലാത്ത സംഗീതം സംഗീതമേ അല്ല എന്ന് ത്യാഗരാജസ്വാമികളെ പോലുള്ള മഹാപുരുഷന്മാരൊക്കെ പറയുന്നു. അതുപോലെ ഈ ഉപചാരങ്ങളൊക്കെ നമ്മുടെ ഭക്തി കൊണ്ടാവണം. 24 മണിക്കൂറും നമ്മൾ മനസ്സിൽ ഈശ്വര ചിന്തയോടുകൂടി നിൽക്കണം. അതിന് ഏറ്റവും ലളിതമായ മാർഗമാണ് അമ്മ എല്ലാവരെയും ഉപദേശിക്കുന്ന മാനസപൂജ. നമ്മുടെ മനസ്സിൽ ഈശ്വരനെ കൊണ്ടുവന്ന് ഇരുത്തുക, അതിനെ ഒരു അമ്പലമാക്കി മാറ്റുക, അതിൽ ദേവിക്ക് സമസ്ത ഉപചാരങ്ങളും ചെയ്യുക. എപ്പോഴും ദേവിയുടെ ചിന്തയോടുകൂടി ജീവിക്കുക, അമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം.
ഉപചാരങ്ങൾ 5ആയിട്ടും 6ആയിട്ടും 16ആയിട്ടും 64ആയിട്ടും 72ആയിട്ടും പറയുന്നു. ഭാസ്കര രായർ തൻ്റെ വ്യാഖ്യാനത്തിൽ 64 ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ കൂടാതെ 8 ഉപചാരങ്ങളും കൂടി കൂട്ടിച്ചേർത്തു. അത് ഗുരുവിനെ വന്ദിക്കുക, മന്ത്രങ്ങളെയൊക്കെ സ്മരിക്കുക, മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുക, മന്ത്രാർത്ഥങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ 8 കൂടി കൂട്ടിച്ചേർത്തു. ആചാര്യസ്വാമികൾ ഇതിന് ഒരു മനോഹരമായ ചതുഷ്ഷഷ്ടി ഉപചാര പൂജ എന്നുള്ള ഒരു സ്തോത്രം രചിച്ചു. അതിൽ 64 ഉപചാരങ്ങളും വർണ്ണിക്കുന്നു. അതുകൂടാതെ മറ്റു ഉപചാരങ്ങളും അതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ മാനസപൂജ എന്ന അമ്മ ഇതിനെ വളരെ ലളിത മനോഹരമായിട്ട് ചുരുക്കിയാണ് ഇതിനെ എല്ലാവർക്കും പഠിപ്പിക്കുന്നത്. ബാഹ്യപൂജയേക്കാൾ പ്രധാനമാണ് പുറത്ത് നമ്മൾ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും ഒരുപാട് കളം വരയ്ക്കുക, അതുപോലെ ധാരാളം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ ഈ പൂജ ചെയ്യുന്നു. അത് ചെയ്യരുത് എന്നല്ല, പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം നമ്മുടെ മനസ്സിലുള്ള ഭക്തിയാണ്. നമ്മൾ ഇതേ പൂജകൾ തന്നെ നമ്മുടെ മനസ്സിൽ ചെയ്യാവുന്നതാണ്. ഒരു ദീർഘയാത്ര സമയത്ത് അമ്മ വെറുതെ യാത്ര ചെയ്യാൻ പാടില്ല, മന്ത്രം ജപിച്ചുകൊണ്ട് വേണം, ഈശ്വര സ്മരണയോടുകൂടി വേണം. റോഡിൽ നോക്കുമ്പോൾ, ആകാശത്ത് നോക്കുമ്പോൾ ആകാശത്തിൽ നമ്മുടെ ഇഷ്ടമൂർത്തി നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്യണം, ഈശ്വരൻ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം എന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഈശ്വരസ്മരണയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുവാൻ എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം.